കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിലെ ഒന്നാമത്തെ സ്റ്റെപ്പായ ഫീസിബിലിറ്റി സ്റ്റഡിയെപ്പറ്റി പ്രതിപാദിച്ച് കഴിഞ്ഞു. ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യുന്നതിലെ 3 സ്റ്റെപ്പുകളാണ് പഠിച്ച് നിർത്തിയത്. അതിനെ തുടർന്ന് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡലിലെ രണ്ടാമത്തെ ഉത്തരവാദിത്വമായ റിക്വയർമെന്റ്സ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ എന്ന ഫേസാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. കഴിഞ്ഞ ക്ലാസ് സശ്രദ്ധം വീക്ഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എളുപ്പമായിരിക്കും എന്ന് കരുതട്ടെ. നേരിട്ട് നമുക്ക് പ്രസന്റേഷനിലേക്ക് പോകാം. റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ എന്ന ഫേസിൽ ഒരു കസ്റ്റമറുടെ കൃത്യമായ റിക്വയർമെന്റ് എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുക. മനസ്സിലാക്കുക മാത്രമല്ല, മനസ്സിലാക്കിയിട്ട് അതിനെ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്യുകയും വേണം. 2 ആക്ടിവിറ്റി ഈ ഫേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു. റിക്വയർമെന്റ് ഗ്യാദർ ചെയ്യണം, അവ അനലൈസ് ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ സ്റ്റെപ്പും, രണ്ടാമത്തെ സ്റ്റെപ്പ് റിക്വയർമെന്റ് സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതുമായി മാറും. ആദ്യമായി റിക്വയർമെന്റ് ഗ്യാദറിംഗ് ആൻഡ് അനാലിസിസ് എങ്ങനെ സാധിക്കും എന്ന് നോക്കാം. Goal of this activity is to collect relevant information regarding the software to be developed from the customer with a view to clearly understand the requirement. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നതിന് മുൻപായി കസ്റ്റമറിൽ നിന്നും അദ്ദേഹം എന്താണ് സോഫ്റ്റ്വെയറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം എന്ന അർത്ഥം. ആ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നതിനുണ്ടാകുന്ന പാളിച്ച മുന്നോട്ടുള്ള നമ്മുടെ ഡെവലപ്മെന്റിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായ ബോധ്യം റിക്വയർമെന്റിനെ പറ്റി ഉണ്ടാക്കിയെടുക്കണം എന്നർത്ഥം. ഇൻകംപ്ലീറ്റും ഇൻകൺസിസ്റ്റന്റുമായ റിക്വയർമെന്റ് പ്രശ്നത്തിലേക്ക് എത്തിക്കും. ഇൻകൺസിസ്റ്റന്റ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വയർമെന്റിന്റെ ഭാഗങ്ങൾ തമ്മിൽ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിക്വയർമെന്റ്. ഒരു ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഒന്ന് ബോധ്യപ്പെടുകയും അതിന് കൃത്യം വിപരീതമായിട്ടായിരിക്കും മറ്റൊരു ഭാഗം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അങ്ങനെ കോൺട്രഡിക്ഷൻ ഉള്ള റിക്വയർമെന്റ് സ്പെസിഫൈ ചെയ്തു കഴിഞ്ഞാൽ അത് ഡെവലപ്മെന്റിനെ സാരമായി ബാധിക്കും. അവയെ ഇൻകൺസിസ്റ്റന്റ് റിക്വയർമെന്റ് എന്ന് പറയും. ഇൻകംപ്ലീറ്റ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനം ഒഴിവാക്കി, പ്രധാനപ്പെട്ട പാർട്ടുകൾ ഒഴിവാക്കി വരുന്ന റിക്വയർമെന്റ് ഗ്യാദറിംഗ്. അതിനെയാണ് ഇൻകംപ്ലീറ്റ് എന്ന് പറയുക. കംപ്ലീറ്റ് അല്ല, കാര്യങ്ങൾ മുഴുവനായിട്ട് പറയാതെ പകുതിയിൽ നിർത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒത്തിരി പ്രധാനപ്പെട്ട കാര്യങ്ങൾ മിസ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ. റിക്വയർമെന്റ് ഗ്യാദർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐഡന്റിഫൈ ചെയ്ത റിക്വയർമെന്റുകളെ ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഉത്തരവാദിത്വം. ഈ ഡോക്യുമെന്റിനെ വിളിക്കുന്ന പേരാണ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റ് എന്നുള്ളത്, SRS. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ SRS ഡോക്യുമെന്റ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കാണുന്നു. SRS ഡോക്യുമെന്റ് യഥാർത്ഥത്തിൽ ഒരു കോൺട്രാക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക ബിറ്റ്വീൻ ടീം ആൻഡ് കസ്റ്റമർ. ഡെവലപ്മെന്റ് ടീമും കസ്റ്റമറുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ പരിഗണിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെവലപ്പ് ചെയ്തതിന് ശേഷം കസ്റ്റമർ പറയും ഞാൻ ഇതല്ല ഡെവലപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സൈൻ ചെയ്തിരിക്കുന്ന ഈ ഡോക്യുമെന്റ് നമുക്ക് കാണിച്ചു കൊടുക്കാം. അവർ പറഞ്ഞ റിക്വയർമെന്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾ തയ്യാറാക്കി അദ്ദേഹം സമ്മതിച്ചിരിക്കുന്ന ഈ ഡോക്യുമെന്റ്. അതുകൊണ്ടാണ് ഇതിനെ കോൺട്രാക്ട് ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ടീം ആൻഡ് കസ്റ്റമർ എന്ന് അറിയപ്പെടുന്നത്. തറോ ആയിട്ട് ഡെവലപ്മെന്റ് ടീമിന് മനസ്സിലായിരിക്കണം
അതുപോലെ തന്നെ ഈ SRS ഡോക്യുമെന്റ് കസ്റ്റമറിന്റെ സാന്നിധ്യത്തിൽ റിവ്യൂ ചെയ്തിരിക്കുകയും ചെയ്യണം. കസ്റ്റമറോട് ഇതിലെ ഓരോ സെന്റൻസ് വായിച്ച് പറഞ്ഞ് ഇതാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഇതാണോ എന്നൊക്കെ ചോദിച്ച് അതിനെ ഒന്ന് കൺഫേം ചെയ്യുന്ന തരത്തിലേക്ക് എത്തണം എന്ന് കാണാനായിട്ട് കഴിയും. പല തരത്തിലുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് ഉപകാരപ്രദമാണ് ഈ പ്രവർത്തനത്തിൽ. ഇതുമായി ബന്ധപ്പെട്ട് ചില യൂസർ മാനുവൽസ് ഉണ്ടാകണം, സിസ്റ്റം ടെസ്റ്റ് പ്ലാൻസ്. അപ്പോൾ ഇതിനെ ഈ SRSനെ അടിസ്ഥാനമാക്കി അത്തരം ഡോക്യുമെന്റുകളും നിർമ്മിച്ചെടുക്കേണ്ടതായി വരും. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഡിസൈൻ. അപ്പോൾ ഫീസിബിലിറ്റി മനസ്സിലായി, റിക്വയർമെന്റ് ഗ്യാതറിംഗ് ആൻഡ് അനാലിസിസ് മനസ്സിലായി, സ്പെസിഫിക്കേഷൻ മനസ്സിലായി. തേർഡ് സ്റ്റെപ്പാണ് ഡിസൈൻ. എന്തിലെ തേർഡ് സ്റ്റെപ്പ്? SDLC, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിലെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഡിസൈൻ. ഡിസൈൻ എന്ന് പറയുന്ന ഫേസിന്റെ ഗോൾ എന്ന് പറയുന്നത് SRSലെ റിക്വയർമെന്റ്സിനെ പ്രോഗ്രാമർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ തരത്തിൽ ഉള്ള ഡിസൈനാക്കി മാറ്റുക എന്നുള്ളതാണ്. ആക്ച്വലി SRS എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അല്ല അല്ലെ. സാധാരണക്കാർക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള എക്സ്പ്ലനേഷനാണ് സോഫ്റ്റ്വെയറിനെ പറ്റിയുള്ള. എന്താണ് സോഫ്റ്റ്വെയറിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതിനെ പ്രോഗ്രാമർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഒരു ഡിസൈനായിട്ട് നമുക്ക് മാറ്റണം. അതാണ് ഈ സ്റ്റെപ്പിൽ നടത്തുക. ടെക്നിക്കൽ ടേംസ് ഡ്യൂറിംഗ് ഡിസൈൻ ഫേസ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി SRS അല്ലെ. വി ആർ ഡിസൈഡിങ് ആൻ ആർക്കിടെക്ചർ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആർക്കിടെക്ചർ ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയർ ഡിസൈൻ വീട് വയ്ക്കുന്നതിന് മുൻപ് നമ്മൾ കസ്റ്റമറിൽ നിന്ന് ഡീറ്റെയിൽസ് കേട്ടതിന് ശേഷം എഞ്ചിനീയർ ഒരു പ്ലാൻ വരച്ചു നൽകുന്നു. അതാണ് അതിന്റെ ഡിസൈൻ അല്ലെ. അപ്പോൾ അതുപോലെ സോഫ്റ്റ്വെയറിലും ഒരു ഡിസൈൻ അനിവാര്യമാണെന്ന് കാണാം. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻ അപ്രോച്ചസ് പോപ്പുലർ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രൊസീജിയറിലും മറ്റൊന്ന് ഓബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ അപ്രോച്ച്. ആദ്യം നമുക്ക് പ്രൊസീജിയർ ഓറിയന്റഡ് ഡിസൈൻ എന്താണെന്ന് നോക്കാം. ഇതൊരു ട്രഡീഷണൽ ഡിസൈൻ അപ്രോച്ചാണ്. സാധാരണയായി കൂടുതലായി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഉപയോഗിക്കുകയും ചെയ്യുന്നു ഈ കാലഘട്ടത്തിൽ. ഇതൊരു ഡേറ്റ ഫ്ലോ ഓറിയന്റഡ് ഡിസൈൻ അപ്രോച്ചാണ്. രണ്ട് പ്രധാന ജോലികൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ആദ്യം സ്ട്രക്ചേർഡ് അനാലിസിസ് ഓഫ് ദി റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ. റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ SRSനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് സ്ട്രക്ചേർഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്നു. എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രോബ്ലത്തിന്റെ സ്ട്രക്ചർ അത് മനസ്സിലാക്കുന്നു. മനസ്സിലാക്കിയതിന് ശേഷം സ്ട്രക്ചേർഡ് ഡിസൈൻ സ്റ്റെപ്പില് നമ്മൾ എന്ത് ചെയ്യുന്നു? റിസൾട്ട് ഓഫ് ദി സ്ട്രക്ചേർഡ് അനാലിസിസിനെ, ആദ്യം നടത്തിയ സ്റ്റെപ്പിന്റെ റിസൾട്ടിനെ സോഫ്റ്റ്വെയർ ഡിസൈൻ ആയിട്ട് നമ്മൾ മാറ്റുന്നു. സ്ട്രക്ചർ ഡിസൈൻ രണ്ട് പ്രധാന ആക്ടിവിറ്റികൾ നടത്തുന്നുണ്ട്. ഒന്ന് ആർക്കിടെക്ചർ ഡിസൈനും മറ്റൊന്ന് ഡീറ്റെയിൽ ഡിസൈനും. അതിനെ ഹൈ ലെവൽ ഡിസൈൻ എന്നും ലോ ലെവൽ ഡിസൈൻ എന്നും അറിയപ്പെടുന്നു. ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് സോഫ്റ്റ്വെയറിനകത്ത് എത്ര മോഡ്യൂൾസ് ഉണ്ട്, അവ തമ്മിൽ എങ്ങനെ ഇന്റർഫേസ് ചെയ്തിരിക്കുന്നു, കണക്ട് ചെയ്തിരിക്കുന്നു, അവ തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഹൈ ലെവൽ മോഡ്യൂൾ ബേസ്ഡ് ഡിസൈൻ. മോഡ്യൂളുകൾ എത്ര, എന്തൊക്കെയാണ് ഉദ്ദേശം, എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, അത്ര കാര്യങ്ങൾ. ഇതിനെ നമ്മൾ സാധാരണ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് വിളിക്കുന്നു. ഹൈ ലെവൽ ഡിസൈനിനെ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്നാണ് വിളിക്കുന്നത്. ഡീറ്റെയിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഓരോ ഇൻഡിവിജ്വൽ മോഡ്യൂളിന്റെയും ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഹൈ ലെവൽ ഡിസൈനിനകത്ത് നമുക്ക് മോഡ്യൂൾസിനെ പറ്റി, എത്ര മോഡ്യൂൾസ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള വിവരം കിട്ടത്തുള്ളൂ. ഇന്റേണൽസ് ഓഫ് ഇന്റേണൽ മോഡ്യൂൾ, ഓരോ മോഡ്യൂളിനകത്ത് എന്ത് സംഭവിക്കണം, അതിൽ എന്ത് ഡേറ്റാ സെറ്റ് ഉപയോഗിക്കണം, എന്ത് അൽഗോരിതം ഉപയോഗിക്കണം, അതൊക്കെ ഡിസൈൻ ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽ ഡിസൈൻ സ്റ്റെപ്പിനകത്താണ് സംഭവിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പായ ഓബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ അപ്രോച്ചിനകത്ത് പ്രോബ്ലത്തെ ഓബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ കോണിലൂടെ കാണാനായിട്ടാണ് ശ്രമിക്കുന്നത്.
ഇവിടെ സൊല്യൂഷൻ ഡൊമൈനാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. എന്തൊക്കെ സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്, അവ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, എങ്ങനെയൊക്കെ ബന്ധപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഓബ്ജക്റ്റ് ഓറിയന്റഡ് തിങ്കിങ് എന്ന് പറയുന്നത് വേറൊരു തരത്തിലുള്ള തിങ്കിങ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. The object structure is further refined to obtain detailed design. അപ്പോഴും നേരത്തെ ആണെങ്കിൽ പ്രോബ്ലം ഡാറ്റ സ്ട്രക്ചറും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഡിസൈൻ ചെയ്യുമെങ്കിൽ ഇവിടെ നമ്മൾ തീരുമാനിക്കുന്നത് എന്തൊക്കെ ഓബ്ജക്റ്റുകളുണ്ട്, പ്രധാനപ്പെട്ട സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഡൊമൈനിലാണ് നമ്മൾ നോക്കിയത്. അത്തരത്തിൽ അപ്പോഴും ഓബ്ജക്റ്റ് ആയിട്ട് കാര്യങ്ങളെ കാണണം. ഈ ഓബ്ജക്റ്റ് സ്ട്രക്ചറിനെ റിഫൈൻ ചെയ്ത് ഡീറ്റെയിൽ ഡിസൈനിലേക്ക് എത്തും. OODയുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് അപ്രോച്ചിന്റെ നേട്ടം എന്ന് പറയുന്നത് ലോവർ ഡെവലപ്മെന്റ് ടൈം ആൻഡ് എഫേർട്ട്. കുറച്ച് സമയം മതി, ഡെവലപ്മെന്റ് ടൈം കുറച്ച് മതി, മെയിൻറ്റെയിനബിലിറ്റി എളുപ്പമാണ്. കാരണം ഇതിനകത്തേക്ക് കൂടുതൽ ആഡ് ചെയ്യാനും അല്ലെ മെയിൻറ്റെയിൻ ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമാണ് എന്നുള്ളതാണ് OOAയുടെ നേട്ടം. നാലാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നു, കോഡിംഗ് ആൻഡ് യൂണിറ്റ് ടെസ്റ്റിംഗ്. അപ്പോൾ ഒന്നുകൂടെ റീകളക്ട് ചെയ്യുന്നു. ആദ്യം നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നു, 2 റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ നടത്തുന്നു, അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ. 3 നമ്മൾ തൊട്ട് മുമ്പിൽ കണ്ട ഡിസൈനിലേക്ക് എത്തുന്നു. 4 ഡിസൈൻ കിട്ടി, 4 കോഡ് ചെയ്യണം. വീട് വയ്ക്കാനായിട്ട് കസ്റ്റമർ എന്ന കാര്യങ്ങൾ മനസ്സിലാക്കി, അതിനുള്ള ഫീസിബിലിറ്റി ഒക്കെ നടത്തി, റിക്വയർമെന്റ് മനസ്സിലാക്കി, പ്ലാൻ വരച്ചു. വീടാവത്തില്ല, വീടാവണമെങ്കിൽ അല്ലെ കോൺട്രാക്ടറെ വിളിച്ച് പണി ഏൽപ്പിക്കണം, എന്നാലേ വീടാവത്തുള്ളൂ. അതാണ് കോഡിംഗ് ആൻഡ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുക. പർപ്പസ് ഈസ് ടു ട്രാൻസ്ലേറ്റ് അല്ലെ നമുക്ക് തൊട്ട് മുമ്പിലത്തെ സ്റ്റെപ്പിൽ കിട്ടിയ സോഫ്റ്റ്വെയർ ഡിസൈനെ കോഡാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് കോഡിംഗ് സ്റ്റേജിലടക്കം. പ്രോഗ്രാം ചെയ്യുക അല്ലെ, അതിനു വേണ്ടിയുള്ള പ്രോഗ്രാം ചെയ്യുക. കോഡിംഗ് ഫേസിനെ സാധാരണ ഇംപ്ലിമെന്റേഷൻ ഫേസ് എന്നും അറിയപ്പെടുന്നു. ഓരോ കോമ്പണന്റിന് വേണ്ടി പ്രത്യേകം പ്രോഗ്രാമുകൾ ഈ കോഡിംഗ് ഫേസിൽ നിർമ്മിക്കുക സാധാരണമാണ്. ഇതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പ്രോഗ്രാം മോഡ്യൂൾ ആയിരിക്കും. ഓരോ കാര്യം ചെയ്യാനായിട്ടുള്ള ഓരോ പ്രോഗ്രാം മോഡ്യൂൾ അല്ലെ, പ്രത്യേകം ഡെവലപ്പ് ചെയ്ത ഓരോ ആൾക്കാരായിരിക്കും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പല ആൾക്കാർ ചേർന്നായിരിക്കും ഇതിനകത്ത് പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. ഒരാളല്ല, ഒരു സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം ഒരാളല്ല പ്രോഗ്രാം എഴുതുന്നത്, പല ആൾക്കാർ ഒരുമിച്ചിരുന്നാണ് പ്രോഗ്രാം എഴുതുക. ഒരുമിച്ചോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടോ, ഗ്രൂപ്പായിട്ടോ സെപ്പറേറ്റ് ആയിട്ടോ. പക്ഷെ എന്നാലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അത്തരത്തിലുള്ള ഓരോ പ്രോഗ്രാം ഓരോരുത്തർ എഴുതുകയും അതിനെ പ്രത്യേകം ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. അതാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുക. ഇൻഡിവിജ്വൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നു ഓരോ യൂണിറ്റിനെയും. സ്പെസിഫിക് ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔട്ട് ഡ്യൂറിംഗ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡിസൈനിങ് ടെസ്റ്റ് കേസ്. ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചുമ്മാ അങ്ങ് ചെയ്യാൻ പറ്റത്തില്ല. എന്തൊക്കെ കേസസ് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് ആദ്യം തീരുമാനിക്കണം. ഏതൊക്കെ വാല്യൂ കൊടുത്ത് ടെസ്റ്റ് ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത് ടെസ്റ്റ് കേസസ് അല്ലേ. ഡീബഗിങ് ടു ഫിക്സ് പ്രോബ്ലംസ് ആൻഡ് മാനേജ് എൻഡർ ടെസ്റ്റ് കേസസ്. ടെസ്റ്റ് കേസസ് കൊടുത്തു കഴിയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതെങ്ങനെ മാനേജ് ചെയ്യണം, അതെങ്ങനെ ഡീബഗ് ചെയ്യണം, കറക്റ്റ് ചെയ്യണം, അത്തരം കാര്യങ്ങളൊക്കെ കോഡിംഗ് ആൻഡ് യൂണിറ്റ് ടെസ്റ്റിംഗ് ഫേസിനകത്ത് നമ്മൾ ചെയ്യും. അപ്പോൾ നിലവിൽ ഇപ്പോഴും നമുക്ക് 4ാമത്തെ സ്റ്റെപ്പായപ്പോൾ കോഡിംഗ് ചെയ്തു, പ്രോഗ്രാം ചെയ്തു. പ്രോഗ്രാമൊക്കെ പ്രത്യേകം പ്രോഗ്രാമായിട്ടാണ് ഇരിക്കുന്നത്, പ്രത്യേകം മോഡ്യൂളായിട്ടാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അവയൊക്കെ ഇൻഡിവിജ്വലായിട്ട് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് ഇരിക്കുന്ന മോഡ്യൂൾസിനെ കമ്പൈൻ ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെ. ഡിഫറെന്റ് മോഡ്യൂൾസ് ആർ ഇന്റഗ്രേറ്റഡ് ഇൻ എ പ്ലാൻഡ് മാനർ. വേരിയസ് മോഡ്യൂൾസ് മേക്കിംഗ് എ സോഫ്റ്റ്വെയർ ആർ ഓൾമോസ്റ്റ് നെവർ ഇന്റഗ്രേറ്റഡ് ഇൻ വൺ ഷോട്ട്. നമുക്കറിയാം പ്രത്യേകം എല്ലാം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകാം, കണക്ഷൻ ശരിയാവണമെന്നില്ല, ഉത്തരം കൃത്യമാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ പല സ്റ്റെപ്പുകളായിട്ടാണ് ഈ ഇന്റഗ്രേഷൻ സാധ്യമാക്കുക. During each integration step, previously planned modules are added to the partially integrated system and the result of the system is tested. അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മോഡ്യൂൾസ് എല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒറ്റ സിസ്റ്റമായിട്ട് മാറ്റുന്നു. എന്നിട്ട് ആ സിസ്റ്റത്തെ ടെസ്റ്റ് ചെയ്യുന്നു. അതാണ് സിസ്റ്റം ടെസ്റ്റിംഗ്. യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മോഡ്യൂളിനെ ടെസ്റ്റ് ചെയ്തു,
integrated all the modules and we made system testing. Finally, after all modules have been successfully integrated, tested, the fully working system is obtained. നമുക്ക് കിട്ടുന്നു സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് മുഴുവൻ സിസ്റ്റത്തിലാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. സിസ്റ്റം ടെസ്റ്റിംഗ് യൂഷ്വലി കൺസിഡർ 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് വരുന്നുണ്ട്. ഒന്ന്, ടെസ്റ്റിംഗ് സിസ്റ്റം പെർഫോംഡ് ബൈ എ ഡെവലപ്മെന്റ് ടീം, അല്ലെ, ഡെവലപ്പ് ചെയ്ത ആൾക്കാർ നടത്തുന്ന ഒരു ടെസ്റ്റിംഗ്. 2, ടെസ്റ്റിംഗ് പെർഫോംഡ് ബൈ എ ഫ്രണ്ട്ലി സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ്. ഇത് ഉപഭോക്താക്കൾക്ക് കൊടുത്ത് നടത്തുന്ന ടെസ്റ്റാണ് രണ്ടാമത്തെ ടെസ്റ്റിംഗ്. മൂന്നാമത്തത് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. കസ്റ്റമർ സിസ്റ്റം ടെസ്റ്റിംഗ് നടത്തുന്നു ടു ഡിറ്റർമിൻ വെദർ ടു അക്സെപ്റ്റ് ദ ഡെലിവറി സോഫ്റ്റ്വെയർ ഓർ ടു റിജക്ട്. ഞാൻ പറഞ്ഞ രീതിയിലാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്, എന്റെ ആവശ്യങ്ങൾ മുഴുവനും സാധൂകരിച്ചിട്ടുണ്ടോ, ഇതാർക്കേ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, കസ്റ്റമർക്കേ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കസ്റ്റമർ ഈ ടെസ്റ്റിംഗ് ആദ്യത്തെ 2 ടെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം സോഫ്റ്റ്വെയർ മേടിച്ചു പോയിട്ട് ചെക്ക് ചെയ്തിട്ട് കാശ് കൊടുക്കണോ വേണ്ടേ തീരുമാനിക്കുന്നത്, അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ ചെക്ക് ചെയ്യണോ, ഞാൻ പറഞ്ഞ സംഗതികളൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ. 6ാമത്തെ ലെവലാണ് മെയിൻ്റനൻസ്. അപ്പോൾ തൊട്ട് മുമ്പിൽ പഠിച്ച സ്റ്റെപ്പ് എന്തായിരുന്നു? സിസ്റ്റം ടെസ്റ്റിംഗ് ആയിരുന്നു, അല്ലെ, ഇന്റഗ്രേഷൻ ആൻഡ് സിസ്റ്റം ടെസ്റ്റിംഗ്. അതിനു മുമ്പ് നമ്മൾ പഠിച്ചത് ഡിസൈൻ ആൻഡ് യൂണിറ്റ് ടെസ്റ്റിംഗ് ആയിരുന്നു, അല്ലെ. മെയിൻ്റനൻസ് എന്ന് പറയുന്ന ലെവലിൽ വരുന്നു. അപ്പോൾ യൂസർ സ്വാഭാവികമായിട്ട് അക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഈ സോഫ്റ്റ്വെയർ ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണെന്നോ അതിട്ട് അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റ് ചെയ്താൽ മെയിൻ്റനൻസ് വേണം, വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും. വീണ്ടും total effort spent on maintenance of a typical software during its operation is much more than that is required to develop software itself. സാധാരണയായി മെയിൻ്റനൻസ് ചെയ്യാനായിട്ടുള്ള സമയമാണ് കൂടുതൽ. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തതിനേക്കാൾ സമയം മെയിൻ്റനൻസിന് വേണ്ടി എടുക്കുന്നു എന്നുള്ളതാണ്. സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ട്, പാസ്റ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് നടത്തിയ ഒരു സ്റ്റഡി പറയുന്നത് ഇതാണ്: എഫർട്ട് ഓഫ് ഡെവലപ്പിംഗ് എ ടിപ്പിക്കൽ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ആൻഡ് ടോട്ടൽ എഫർട്ട് സ്പെൻഡ് ഓൺ ഇറ്റ്സ് മെയിൻ്റനൻസ് ഈസ് റഫ്ലി 40-60. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് 40 എഫർട്ട് മതിയെങ്കിൽ 60 എഫർട്ട് വേണം. 40 ആൾക്കാർ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് നടത്താനായിട്ട് 60 പേര് വേണമെന്ന് ചുരുക്കം. മെയിൻ്റനൻസ് വേണ്ടി വരുന്നത് 3 താഴെ പറയുന്ന സിറ്റുവേഷൻസിലാണ്. ഒന്ന്, കറക്റ്റീവ് മെയിൻ്റനൻസ്. ഇവിടെ സംഭവിക്കുന്നത് കറക്റ്റ് എറേഴ്സ് ദാറ്റ് വേർ നോട്ട് ഡിസ്കവേർഡ് ഡ്യൂറിങ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ഫേസ്. പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുന്ന ഫേസിൽ കണ്ടുപിടിക്കാത്ത എറേഴ്സ് ആണ് കറക്റ്റീവ് മെയിൻ്റനൻസിനകത്ത് കണ്ടുപിടിക്കുക. പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് ദ സിസ്റ്റം ഓർ എൻഹാൻസ് ദ ഫംഗ്ഷനാലിറ്റി ഓഫ് ദ സിസ്റ്റം ബേസ്ഡ് ഓൺ ദ കസ്റ്റമർ. കസ്റ്റമർ പറഞ്ഞ രീതിയിലെല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചില മെയിൻ്റനൻസ് ഇംപ്രൂവ്മെന്റ്സ് ആവശ്യമാണ്. പെർഫോമൻസ് കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് കിട്ടാനായിട്ട് വേറെ പലതും കൂട്ടിച്ചേർക്കാനായിട്ട് കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും അല്ലെ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതാണ് പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. സിസ്റ്റം ഓക്കെയാണ്, പക്ഷെ അതിനെ എങ്ങനെ കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യിക്കാം, എഫിഷ്യൻസി. മൂന്നാമത്തെ അഡാപ്റ്റീവ് മെയിൻ്റനൻസ് യൂഷ്വലി റിക്വയർഡ് ഫോർ പോർട്ടിംഗ് സോഫ്റ്റ്വെയർ ടു വർക്ക് ഇൻ ന്യൂ എൻവയോൺമെന്റ്. അഡാപ്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു, പക്ഷേ ആ സോഫ്റ്റ്വെയറിന് വേറൊരു സിറ്റുവേഷനിൽ എനിക്ക് വർക്ക് ചെയ്യിക്കണം. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ അഡാപ്ഷൻ വേണ്ടി വരും, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വരും അഡീഷണൽ ആയിട്ട്. അത്തരത്തിൽ പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വേറൊരു സ്ഥലത്ത്, ഇപ്പം ലിനക്സിന് വേണ്ടി ഡെവലപ്പ് അല്ലെങ്കിൽ വിൻഡോസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തത് ലിനക്സിലേക്ക് എനിക്ക് മാറ്റണം. അപ്പോൾ അവിടെ ഒരു പോർട്ടിങ് വരുന്നു, ഒരിടത്തുനിന്ന് വേറൊരിടത്തിലേക്ക് പോർട്ട് ചെയ്യുന്നു. അതിന് അഡാപ്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയും. സോ പോർട്ടിങ് മേ ബി റിക്വയർഡ് ടു ഗെറ്റ് എ സോഫ്റ്റ്വെയർ ടു വർക്ക് എ ന്യൂ കമ്പ്യൂട്ടർ പ്ലാറ്റ്ഫോം ഓർ വിത്ത് എ ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി എന്താണ് ക്ലാസിക്കൽ വാട്ടർഫാൾ മോഡലിന്റെ ഷോർട്ട് കമ്മിങ്സ് എന്ന് നോക്കാം. ഒന്ന്, നോ ഫീഡ്ബാക്ക് പാത്ത്. ക്ലാസിക്കൽ വാട്ടർഫാൾ മോഡൽ എവല്യൂഷൻ ഓഫ് എ സോഫ്റ്റ്വെയർ ഫ്രം വൺ ഫേസസ് ടു ദ നെക്സ്റ്റ് ഫേസസ് ഈസ് അനലോഗ്സ് ടു എ വാട്ടർഫാൾ. ഒരു ഫേസിൽ നിന്ന് അടുത്ത ഫേസിലേക്ക് പോകുന്നു, അതുകൊണ്ട് ഫീഡ്ബാക്ക് ഇല്ല എന്നുള്ളതാണ്. ഓരോന്നും ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകും. വാട്ടർ ഇൻ എ വാട്ടർഫാൾ ആഫ്റ്റർ ഹാവിംഗ് ഫ്ലോഡ് ഡൗൺ കനോട്ട് ഫ്ലോ ബാക്ക്, അല്ലെ. ഒരു ഫൗണ്ടനിൽ നിന്ന് വെള്ളം വീഴുന്നു, അല്ലെ തിരിച്ചു പോകാൻ പറ്റത്തില്ല. വൺസ് എ ഫേസ് ഈസ് കംപ്ലീറ്റ്, activities carried out in it and any artifacts produced in this phase are considered to be final and are closed for any rework. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഫേസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോക്കില്ല, ഫീഡ്ബാക്ക് എടുത്ത് തിരിച്ചു പോയി കറക്റ്റില്ല. അതുകൊണ്ട് ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കണം, ഇല്ലെങ്കിൽ ആ പ്രശ്നം
അതുപോലെ നിലനിൽക്കും. This requires that all activities during the phase are flawlessly carried out, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ഫേസിലുള്ള എല്ലാ ആക്ടിവിറ്റീസും കൃത്യമായി ചെയ്തിരിക്കണം. ചെയ്യാതെ പൂർത്തീകരിച്ച് ഇപ്പൊ നമ്മൾ ചില ആപ്ലിക്കേഷൻ എപ്പോഴും കൺഫേം എന്നൊക്കെ ചോദിച്ചു ഓക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും ആണ് കണ്ടുപിടിക്കുന്ന ഒരു തെറ്റ്. ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അതുപോലെയാണ് വാട്ടർഫാൾ മോഡൽ. ഓരോ സ്റ്റെപ്പ് നിങ്ങൾ കൺഫേം ചെയ്താൽ പോകുന്നത്. അതുകൊണ്ട് അതിനകത്ത് പിന്നെ തെറ്റ് വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാം. കറക്റ്റ് ചെയ്യാനായിട്ട് പ്രൊവിഷൻ ഇല്ല. So, classical waterfall model is idealistic in the sense that it assumes that no error is ever committed by the developer during any of the life cycle phases. അതുകൊണ്ട് നമ്മുടെ ഒരു അസംഷൻ ഇതാണ്, ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ഒരു സ്റ്റെപ്പിലും ഡെവലപ്പർ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. സോ ഓരോ ഫേസിലും എറർ മെക്കാനിസത്തിന് വേറെ സ്കോപ്പ് ഇല്ല. അതുകൊണ്ട് നമ്മൾ 6 ഫേസ് പറഞ്ഞു, ഓരോ ഫേസും വളരെ ശ്രദ്ധിച്ചു ചെയ്യണം എന്നുള്ളതാണ് വാട്ടർഫാൾ മോഡലിന്റെ പ്രത്യേകത. നോ ഫീഡ്ബാക്ക് ഒന്നാമത്തെ. രണ്ടാമത്തത്, ഫീഡ്ബാക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡിഫിക്കൽട്ട് ടു അക്കോമഡേറ്റ് ചേഞ്ച് റിക്വസ്റ്റ്. ഒരു മോഡൽ ഉണ്ടാകില്ലേ, ഈ മോഡലിനകത്ത് കസ്റ്റമർ തന്നെ റിക്വയർമെന്റ് ആദ്യം തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യണം, കംപ്ലീറ്റും കറക്റ്റുമായിട്ട് പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ തന്നെ. അല്ലാതെ പകുതി വഴിയിൽ വെച്ചിട്ട് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമല്ല. 3 സ്റ്റെപ്പ് കഴിയുമ്പോൾ മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സ്റ്റെപ്പിലേക്ക് തിരിച്ചു പോകാൻ എളുപ്പമല്ല. അപ്പോഴും ഫീഡ്ബാക്ക് ഇല്ല. 2 അക്കോമഡേറ്റ് ചേഞ്ചസ് എളുപ്പമല്ല, ഡിഫിക്കൽട്ടാണ്. There is much emphasis on crediting an unambiguous and a complete set of requirements. So, unambiguous and complete sets of requirements സാധ്യമല്ല. But it is hard to achieve this even in ideal project scenarios. ഡിഫിക്കൽട്ട് എന്ന് പറയുന്നുള്ളൂ, ബുദ്ധിമുട്ടാണ് പിന്നെ ചെയ്തെടുക്കാന്ന് പറയുന്നത് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ. The customers' requirements usually keep on changing with the time. നമുക്ക് തന്നെ അറിയാം. But in this model, it is difficult to accommodate any requirement change request made by the customer after requirement specification is complete. SRS കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിക്വയർമെന്റ് ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമാകുന്നില്ല. മൂന്നാമത്തെ വ്യത്യാസം, ഇൻഎഫിഷ്യന്റ് എറർ കറക്ഷൻസ്. അപ്പോൾ ദിസ് മോഡൽ ഡിഫേഴ്സ് ഇന്റഗ്രേഷൻ ഓഫ് കോഡ് ആൻഡ് ടെസ്റ്റിംഗ് ടാസ്ക് until it is very late when the problem are harder to resolve. അതുകൊണ്ട് ഇൻഎഫിഷ്യന്റ് എറർ കറക്ഷൻ ആണ്. പിന്നെ എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് റിസോൾവ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഈ മോഡലിന്റെ ഇഷ്യൂ. ഓവർലാപ്പിംഗ് ഓഫ് ഫേസസ് ഇല്ല, അല്ലെ? ഒരു ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ഫേസിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ മൂവ് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഒരേ സമയം 2 ടീമായിട്ടിരുന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ടീം ഒരു ജോലി ചെയ്യുമ്പോൾ വേറൊരു ടീം വേറൊരു ജോലി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഒരാൾ കംപ്ലീറ്റ് ചെയ്താലേ അടുത്ത ആൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അയാൾ പറയുന്ന സമയത്ത് കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിൽ, രണ്ടാമത്തെ ഫേസ് ചെയ്യുന്ന ആൾ സമയത്തിന് കംപ്ലീറ്റ് ചെയ്യില്ലെങ്കിൽ മൂന്നാമത്തെ ഫേസുകാർ അത്രയും സമയം വെറുതെ ഇരുന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടൈമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓവർലാപ്പിംഗ് ഓഫ് ഫേസ് ഇല്ലാത്തതുകൊണ്ട്. So different phases need to overlap for cost and efficiency reason. അല്ലേ? ഓവർലാപ്പ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കോസ്റ്റും എഫിഷ്യൻ്റും ആയിരുന്നു, പക്ഷെ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതോടുകൂടി നമ്മുടെ ക്ലാസിക്കൽ വാട്ടർഫാൾ മോഡലിൻ്റെ ഡിസ്കഷൻ അവസാനിച്ചു. താങ്ക് യു.